ഈ ഇപ്പോൾ ആറ്റിങ്ങലാണ് നമ്മുടെ ഒരു പ്രവർത്തന മണ്ഡലമായിട്ട് അങ്ങ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെയും ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് 1000-ഓളം കർഷക കൂട്ടായ്മകളുടെ ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ രീതിയിലുള്ള ലോൺ അനുവദിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊരു നിശബ്ദ വിപ്ലവമാണ് കേരളത്തിൽ. അങ്ങനെ ശരിക്കും കാർഷിക സമൃദ്ധിയുടെ ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ. കൃഷിക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ട്രൈബൽസിൻ്റെയും ഒക്കെ ഒരു സ്പേസാണ്. അപ്പോൾ അവിടെ ഇത്തരമൊരു മൂവ്മെൻറ്റ് അത്ഭുതകരമായിട്ടുള്ള, എന്നാൽ വീണ്ടും അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു വളരെ ഗ്രാസ് റൂട്ടിലൊരു ആക്ടിവിറ്റി നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കുക. അല്ല, 3 കാര്യങ്ങളാണ് ഞാൻ ഈ കഴിഞ്ഞ ഒരു മന്ത്രിയായതിനു ശേഷം ചെയ്യാൻ അല്ലെങ്കിൽ സഹായിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ നേരിട്ട് ചെയ്തു എന്ന് ഞാൻ പറയില്ല. കാരണം ഒന്ന്, ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ. ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രത്യേക ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റി തുടങ്ങിയപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻജിയാണ് ഒരു തവണ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്, വരുന്ന കാലഘട്ടങ്ങളിൽ രാജ്യത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ ജില്ലകളിൽ നമുക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അത്തരത്തിലുള്ള ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ സെൻറ്റർ ഫോർ ഇന്നോവേഷൻ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ, സിസ, ഡോക്ടർ സി സുരേഷിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു കാര്യമുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യും, നമുക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ തെക്കൻ കേരളത്തിലെ ഏതാണ്ട് കോട്ടയം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള 4-5 ജില്ലകളിലായിട്ട് ഇപ്പോൾ ഏതാണ്ട് 30-34 ബ്ലോക്കുകളിൽ ഈ പ്രവർത്തനം നടക്കുന്നതാണ്. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ കുറച്ചും കൂടി ഫോക്കസ്ഡാണ്. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ 1000 സംരംഭങ്ങൾ, ഒരു എഗ്രോ ഇൻഡസ്ട്രീസ് എന്നുള്ള നിലയിൽ 1000 സംരംഭങ്ങൾ, അതിൽ 300 സംരംഭങ്ങൾക്കുള്ളതാണ് ഇപ്പോൾ വായ്പ അനുവദിച്ചിട്ടുള്ളത്. ആ 300 സംരംഭങ്ങളുടെ വായ്പ വിതരണം നടന്നു. വിതരണത്തിൻ്റെ പരിപാടി നടന്നു. മീഡിയയൊക്കെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. പതിപോലെ മീഡിയ കുറച്ച് പേര് വന്നു, കുറച്ച് പേര് വന്നില്ല. ആ ഒരു ദിവസം ചെറിയൊരു വാർത്ത വന്നു, തീർന്നു. അതിലപ്പുറം അതിലേക്ക് പിന്നാലെ പോയിട്ടില്ല. പക്ഷേ ഉറപ്പായിട്ടും ഈ 1000 സംരംഭങ്ങൾ വളർന്നു വരുമ്പോൾ അത് തിരുവനന്തപുരം ജില്ലയിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യമാണ് ആയുർവേദം. ആയുർവേദത്തിൽ ഈ വേൾഡ് ആയുർവേദ കോൺഗ്രസ് സിസ മുൻകൈ എടുത്തിട്ട് കഴിഞ്ഞ 5-ാമത്തെ പതിപ്പിപ്പം നടന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞ 2 എഡിഷൻസിൻ്റെ ഒരു എഡിഷൻ നമ്മൾ നടത്താൻ തീരുമാനിച്ചു. എഡ്ലക്സിലായിരുന്നു പ്ലാൻ ചെയ്തത്. എഡ്ലക്സിൽ പ്ലാൻ ചെയ്തതിന് ശേഷം കോവിഡ് വന്നത് കാരണം അത് ഓൺലൈൻ ആവേണ്ടി വന്നു. ഈ തവണ നമ്മൾ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തി. അതിലൊരു ഇൻ്റർനാഷണൽ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടുള്ളൊരു പുതിയൊരു ഡയമെൻഷൻ. കാരണം ഞാൻ വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ധാരാളം വിദേശ പ്രതിനിധികൾ മാത്രമല്ല വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു, അപ്പോൾ അതിൽ കേരളത്തിന് ഈ ആയുർവേദം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുന്നൊരു മേഖലയാണ്. ഒന്ന്, ആയുർവേദ ഇൻഡസ്ട്രി, മെഡിസിൻ മാനുഫാക്ചറിങ്, വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുക. അപ്പോൾ ധാരാളം തൊഴിലവസരങ്ങൾ വരും. 2, ആയുർവേദം വെൽനസ് ടൂറിസം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ അതിൻ്റെ പേരിൽ തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ധാരാളം ആൾക്കാർ വരും. പിന്നെ വിദേശികൾ വരുന്ന സമയത്ത് കേരളത്തിൽ സ്പെൻഡ് ചെയ്യുന്ന പണം അത് ആയുർവേദത്തിൽ മാത്രമല്ല ഓട്ടോറിക്ഷ ഡ്രൈവർ തൊട്ട് എല്ലാ ആൾക്കാർക്കും അതിൻ്റെ വരുമാനം കിട്ടും. അപ്പോൾ അങ്ങനെ ആയുർവേദത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫർട്ട്, ആ എഫർട്ടും ആണ് 2. മൂന്നാമത്തെ കാര്യം ബാലരാമപുരം കൈത്തറി. ബാലരാമപുരം കൈത്തറിയിൽ ഹാൻഡ്ലൂം പ്രൊഡ്യൂസ് കമ്പനി, നെയ്ത്തുകാർ അംഗങ്ങളായിട്ടുള്ള ആദ്യത്തെ കമ്പനിയാണിത്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രാജ്യം മുഴുവനുണ്ട്. പക്ഷേ ഒരു രജിസ്റ്റേർഡ് കമ്പനി, നെയ്ത്തുകാർ മാത്രം അംഗങ്ങൾ എന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസർ നെയ്ത്തുകാരാണെന്ന് സർട്ടിഫിക്കറ്റ് തന്നാലേ അവർക്ക് അവിടെ മെമ്പർഷിപ്പ് കിട്ടണം. ആർക്കെങ്കിലും ഒരാൾക്ക്, ഇപ്പോൾ എനിക്ക് പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല, വേറൊരാൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല.
അയാൾ നെയ്ത്തുകാരനാണെന്ന് സർട്ടിഫൈ ചെയ്യപ്പെടാം. അങ്ങനെയുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്ന ഹാൻഡ്ലൂം പ്രൊഡ്യൂസ് കമ്പനി നമ്മൾ ഫോം ചെയ്തു. കൈത്തറിയിൽ കാലാനുസൃതമായിട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ, കൈത്തറിയെ എങ്ങനെ ഇപ്പോൾ ബാലരാമപുരം കൈത്തറി എന്ന് പറഞ്ഞാൽ ഓഫ് വൈറ്റ് കളറുള്ള കോടിമുണ്ട്, കോടി സെറ്റ്, സാരി ഇതൊക്കെയുള്ളത്. ഇതിൽ നിന്ന് വ്യത്യാസം വരുത്തിയ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച രീതിയിൽ കൈത്തറി എങ്ങനെ മാറണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കാനും അതിനു വേണ്ടിയിട്ടൊരു കൂട്ടായ ശ്രമം, അങ്ങനെയുള്ള ശ്രമം നടത്താനും വേണ്ടിയിട്ടാണ് ഇത്. അതിൻ്റെ ഹാൻഡ്ലൂം പ്രൊഡ്യൂസ് കമ്പനിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്ററിനെ നേരിട്ട് വന്നിട്ട് നടത്തി. പക്ഷേ അതിൽ ചെയർമാൻ ഇടയ്ക്ക് മരണപ്പെട്ടത് കാരണം കുറച്ചൊന്ന് സ്ലോ ആയി. ഇപ്പോൾ രണ്ടാമതും അത് ശരിയായി വരുന്നു. അപ്പോൾ ഇങ്ങനെ 2-3 കാര്യങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 2-3 കൊല്ലക്കാലത്തിനിടയിൽ മന്ത്രി എന്നുള്ള നിലയിൽ വിദേശകാര്യ വകുപ്പിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ ഈ കാര്യങ്ങളാണ് തിരുവനന്തപുരം ജില്ലയെ കേന്ദ്രീകരിച്ചിട്ട് പ്രധാനമായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിച്ചത്. ഏതാണ്ട് പ്രതീക്ഷ ഇതിനേക്കാൾ പെട്ടെന്ന് വരണം എന്നൊക്കെ ഉണ്ടാവുമെങ്കിലും അത് അത്ര കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകും. അപ്പോൾ അത് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഇത് 3ഉം വളരെ കൂടുതൽ പൊട്ടൻഷ്യലുള്ള ഏരിയയാണ്. അതിനെ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു നേതൃത്വം ഈ 3 സ്ട്രീമിലും ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് വളരും. ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് പോകും. കാരണം ഇതൊന്നും ഞാൻ നേരിട്ട് ചെയ്യുന്നതല്ല, ഇതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഫെസിലിറ്റേറ്റ് ചെയ്യണം. ഞാനിതിലൊന്നിലും മെമ്പറല്ല, ഞാനിതൊന്നിലും ഔപചാരികമായിട്ട് എനിക്കൊരു പൊസിഷനും ഇല്ല.